കാസർഗോഡ് കോട്ടപ്പുറം പുഴയിൽ വിനോദസഞ്ചാര ഭാഗമായി ഹൗസ് ബോട്ട് ഇറക്കിയ സംരംഭകർക്ക് പ്രതിസന്ധിയുടെ കാലം. ഹൗസ് ബോട്ടുകളുടെ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തുന്നതിനുള്ള സർക്കാർ അംഗീകൃത ഡോക്കിംഗ് യാർഡ് ജില്ലയിൽ ഇല്ലാത്തത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. ഹൗസ് ബോട്ടുകൾ കടൽ കടന്ന് കണ്ണൂരിലെ ഡോക്ക് യാർഡിൽ എത്തിക്കുന്നത് സംരംഭകർക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. ടോപ് 10 സ്പെഷ്യൽ. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന ഹൗസ് ബോട്ടുകൾ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 3 വർഷത്തിലൊരിക്കൽ ഡോക്കിംഗ് യാർഡിൽ എത്തിച്ച് പരിശോധന നടത്തണമെന്നാണ് ചട്ടം. ഡോക്കിംഗ് യാർഡ് ജില്ലയിലില്ലാത്തതിനാൽ കോട്ടപ്പുറം പുഴയിൽ ഹൗസ് ബോട്ട് ഇറക്കിയ സംരംഭകരെല്ലാം വലിയ വിഷമത്തിലാണ്. സർവീസിംഗിനെ ബാധിക്കുന്ന തരത്തിൽ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായെന്ന് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഹൗസ് ബോട്ട് ഇറക്കിയ സംരംഭകർ പറഞ്ഞു. 10, 15, 20ഓളം ആൾക്കാർ ചേർന്നാണ് നമ്മൾ ഈ ഒരു തദ്ദേശീയരായ ആൾക്കാരെ കൂട്ടം കൂടി ഒരു ജനകീയ കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ മിക്ക ബോട്ടുകളും നമ്മളിവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വരുമാന മാർഗത്തിൽ നിന്നും ഏകദേശം നമുക്കൊരു 65-70% നമുക്ക് ചെലവ് വരുന്നുണ്ട്. അപ്പം വളരെ തുച്ഛമായ ഒരു വരുമാനം മാത്രമേ നമുക്ക് ഈ ഒരു ബോട്ടിന്റെ സർവീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് 27 ഹൗസ് ബോട്ടുകളാണ് നീലേശ്വരം കോട്ടപ്പുറം പുഴയിലുള്ളത്. ഡോക്കിംഗ് യാർഡ് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന് നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൗസ് ബോട്ട് പരിശോധനയ്ക്കായി കടൽ കടന്ന് കണ്ണൂർ ജില്ലയിലെ അഴീക്കലിലേക്ക് പോകുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് സംരംഭകർ വിശദമാക്കി. കൂടാതെ കടൽ കടക്കുന്നതിലുള്ള അപകട സാധ്യതയും ചൂണ്ടിക്കാട്ടി. കണ്ണൂർ അഴീക്കൽ വരെ പോകണം, ജില്ലയിൽ എവിടെയും അതിന് സൗകര്യമില്ല. അപ്പോൾ അഴീക്കൽ പോകണമെന്നുണ്ട് പുഴയിൽ കൂടി പോയാൽ മാത്രം പോരാ, അഴിമുഖം കടന്ന് കടലിലൂടെ പോയിട്ട് വേണം. അത് വലിയ റിസ്ക്കാണ്. കടലേശം ശോഭിച്ചാൽ കടലിൽ പോകാൻ പെർമിഷൻ ഈ ബോട്ടിനില്ല എന്നാലും. പക്ഷേ ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 3-4 ബോട്ടുകൾ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പേടിച്ച് പോകാൻ നിൽക്കുകയാണ്. നല്ല എക്സ്പെൻസും വരും. അതുകൊണ്ട് അതൊരു വലിയൊരു പൊതുവെ മേഖല നേരിടുന്നതിന് എന്താ വേണമെന്നാൽ സർക്കാർ ഇതിനുള്ള ഇപ്പോഴും നിലവിലുള്ള യാർഡുകൾക്ക് അംഗീകാരം കൊടുക്കുക. കാരണം അവർ പറഞ്ഞ രീതിയിൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയ ശേഷം അവർക്ക് ഇത് കൊടുക്കാനുള്ള ഒരു സംഭാവന ഉണ്ടെങ്കിൽ ഈ ബോട്ടുകാർക്ക് അത് വലിയ സൗകര്യം. വിനോദസഞ്ചാരം മുന്നിൽ കണ്ട് പുഴയിൽ ഹൗസ് ബോട്ട് ഇറക്കിയവരിൽ ഭൂരിഭാഗവും പ്രദേശത്തെ അച്ചാന്തുരുത്തി ദ്വീപിലുള്ളവരാണ്. 300ഓളം കുടുംബങ്ങൾ സർവീസിംഗിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്നവരും. വന്നെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മികച്ച വിശ്രമ മുറികൾ, ശൗചാലയം എന്നിവ അധികൃതർ ഒരുക്കാത്തതിനാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ കോട്ടപ്പുറത്ത് വന്നെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കിയതായും ഹൗസ് ബോട്ട് ഉടമകൾ പറഞ്ഞു. 2 ബോട്ടുകൾ ഇറക്കി BRDC ആണ് 2020 നീലേശ്വരം കോട്ടപ്പുറത്ത് ഹൗസ് ബോട്ട് ടൂറിസത്തിന് തുടക്കം കുറിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. നീലേശ്വരം കോട്ടപ്പുറത്ത് വിശ്രമത്തിനടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് വിദേശ വിനോദസഞ്ചാരികളുടെ വരവ് ഇല്ലാതാക്കിയതായി ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ. ഈ കാര്യം നിരവധി തവണ DTPCയുടെയും ടൂറിസം വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇത് കോട്ടപ്പുറത്തെ ഹൗസ് ബോട്ട് ടൂറിസത്തിന് തളർച്ച ഉണ്ടാക്കുന്നതായി ഭാരവാഹികളായ കൃഷ്ണനും പ്രദീപനും പറഞ്ഞു. ബോട്ടുകളുടെ ഇൻഷുറൻസ് തുക കൂട്ടിയതും തിരിച്ചടിയാവുകയാണ്. ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു 10-20 മിനിറ്റ് റിലാക്സ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള നല്ലൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടില്ല BRDC. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ചിലപ്പം ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തി അപ്പോൾ കുട്ടികളും മറ്റൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട്. അതിലൊക്കെ കുട്ടികൾ വിശ്രമിക്കുമ്പം പാരൻസിന് ഇരിക്കാനും കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെയുള്ള ഒരു അസൗകര്യം ഇവിടെ ഉണ്ട്. അത് ഞങ്ങൾ നിരന്തരമായിട്ട് വേണ്ടപ്പെട്ട ജനപ്രതിനിധികളെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനുള്ള അനുബന്ധ പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഞങ്ങൾ കളക്ടറെ കണ്ടിരുന്നു, BRDCകളെ കണ്ടിരുന്നു, DTPC കണ്ടിരുന്നു, MLA കണ്ടു, മുനിസിപ്പൽ പഞ്ചായത്ത് എല്ലാ അധികാരികളും കണ്ടിരുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ തന്നെയാണുള്ളത്. വരുമാനം ഇപ്പോൾ സാധനത്തിന് ഈ ഇൻഷുറൻസ് അവർ നമ്മളെ ഒരു പുതിയ മുമ്പേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൊല്ലത്തിൽ നമ്മൾ ഈ ബോട്ട് കയറ്റിയിട്ട് സർവേയർ വന്നിട്ട് നോക്കിയാലും വേണം. അപ്പോൾ ഈ ബോട്ട് കയറ്റേണ്ട സംവിധാനം മുമ്പേ ഇവിടെ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ബോട്ട് കയറ്റുന്ന ഒരു 5000 രൂപ കൊടുത്ത് ബോട്ട് കയറ്റാൻ അവർ വന്ന് നോക്കും. ഇപ്പോൾ ആ ഒരു സംവിധാനം നമ്മളെ ഈ കാസർഗോഡ് ജില്ലയിലില്ല. അതിൻ്റെ ലൈസൻസെല്ലാം കട്ടായി. അതുകൂടാണ്ട് കണ്ണൂരുണ്ട് ഈ ബോട്ടുകാട്. അവിടെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കടൽ മാർഗം കൊണ്ടുപോകണം. അതിന് തന്നെ വലിയൊരു തുക വേണം. 40-45 രൂപ കൊണ്ടുപോകാൻ വേണം. ആ ബോട്ട് കയറ്റി 6 നിർത്തി കത്തണം. ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ ചിലവ് വരുന്നു. അതെല്ലാം നമ്മുടെ ഈ ബിസിനസ്സിനെ ബാധിക്കുന്നു ശരിക്കും.